ഹായ്. കുറേ നാളായിട്ട് വിചാരിക്കുവാണ് ഈ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന്. ഈ ഇടയ്ക്ക് ചില കാര്യങ്ങൾ കാരണം പ്രശ്നത്തിലായ പെർലി മാണിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ആങ്കറായിട്ടും ഭയങ്കര ജോളി ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടും ഫാമിലി ഭയങ്കര എന്നാ പറയണേ ഭയങ്കര സക്സസ്ഫുള്ളായിട്ടൊരു ഫാമിലി ലൈഫുള്ള ആളായിട്ടൊക്കെയാണ് പലപ്പോഴും പലരും ഈ പറയുന്ന പെർലി മാണിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ പെർലി മാണിയുടെ കാര്യത്തിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. എവിടം വരെയാന്ന് വെച്ചാൽ പെർലി മാണി എപ്പോഴാണോ ഈ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെയുള്ള ടോപ്പിക്കിനെ സംസാരിക്കാൻ തുടങ്ങിയത്, അതുവരെ ഈ ബിഗ് ബോസ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് കുറച്ച് ആണെങ്കിലും പെർലി മാണി ഒരു ജെന്യൂനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പതിയെ പുള്ളിക്കാരി ഈ ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ, വിഷൻ ബോർഡ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ, കാരണം ഈ ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ റെഗുലറായിട്ട് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെന്താണ് സംഭവം എന്നുള്ളത്. അതായത് ഈ ബേസിക്കലി ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്, എനിക്ക് തോന്നുന്ന ഇന്നത്തെ കാലത്ത് ദൈവത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാരെ നൈസായിട്ട് അങ്ങോട്ട് വലിക്കാനുള്ള ഒരു സാത്താൻ്റെ ഒരു കുരുക്ക് ബുദ്ധിയാണെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അത് സത്യമാണ് താനും. ഈ പെർലി മാണി അവിടെ നിൽക്കട്ടെ. ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് സംസാരിച്ച ഇതിന് മുന്നേ എനിക്കറിയാവുന്ന ഗുജറാത്തി ആയിട്ടുള്ള ഒരു കാവ്യൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരിക്ക് ഇതുപോലെയാണ്. പുള്ളിക്കാരി ഒന്നുമില്ലാതിരുന്ന ആളായിരുന്നു. സഡനായിട്ട് പുള്ളിക്കാരി ഭയങ്കര വെൽതി ആവുന്നു, ഒത്തിരി പൈസ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഭയങ്കര സക്സസ്ഫുള്ളായിട്ടൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നു. ഓപ്ര വിൻഫ്രയുടെ ഷോയിലൊക്കെ പോയി സംസാരിക്കുന്നു. ഇതൊക്കെയായിരുന്നു ബേസിക്കലി ഈ പറയുന്ന കാവ്യൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാവ്യൽ സംസാരിക്കുന്ന എല്ലാം ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ, അതായത് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് നമ്മൾ ഈ യൂണിവേഴ്സിനോട് ചോദിക്കുക, അത് നമുക്ക് കിട്ടും. ഇതാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് പുള്ളിക്കാരി പറഞ്ഞ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളായിരുന്നു, പുള്ളിക്കാരി ഇങ്ങനെ പണ്ട് ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുമായിരുന്നു. ആ മാനിഫെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ര വിൻഫ്രേനെ കാണണമെന്നായിരുന്നു. ഓപ്ര വിൻഫ്രേ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു ഭയങ്കര വലിയൊരു ആങ്കറാണ്. പുള്ളിക്കാരി ജീവിതത്തിൽ ആഫ്രിക്കനായിരുന്നു, ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു. പുള്ളിക്കാരിനെ ഒത്തിരി ആൾക്കാർ റേപ്പൊക്കെ ചെയ്ത് അവിടെ നിന്നൊക്കെ അതിജീവിച്ചു വന്ന ഒരാളാണ് ഈ ഓപ്ര വിൻഫ്രേ. അപ്പോൾ ഈ ഓപ്ര വിൻഫ്രേനെ കാണണം എന്നായിരുന്നു പുള്ളിക്കാരിയുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ പുള്ളിക്കാരി അത് വിഷൻ ബോർഡിൽ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഓപ്ര വിൻഫ്രേ ഇന്ത്യയിൽ വന്നു. ഈ കാവ്യൽ അവിടെ പോയി ഒരു ഇങ്ങനെ പോസ്റ്റർ കാണിച്ചു. അതായത് ഞാൻ 10 വർഷമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ 1 മിനിറ്റെങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണിച്ചു. പിന്നീട് ഓപ്ര വിൻഫ്രയുടെ അമേരിക്കയിലുള്ള ഓഫീസിൽ നിന്ന് പുള്ളിക്കാരിക്ക് ഒരു കോൾ വരുന്നു. എന്നിട്ട് പുള്ളിക്കാരീനെ അങ്ങോട്ട് ക്ഷണിക്കുന്നു ആ ടോക്കിലോട്ട്. അങ്ങനെ പുള്ളിക്കാരി ആ ടോക്കിൽ പോയി സംസാരിക്കുന്നു. പുള്ളിക്കാരി ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നു. ഞാനിങ്ങനെ തങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടിരുന്നു, വിഷൻ ബോർഡിൽ എഴുതിയിരുന്നു, അതെല്ലാം ഇന്ന് സക്സസ് ആയി എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കാവ്യൽ ആൾക്കാരെ അടുപ്പിച്ചിട്ടുള്ളത്. അതായത് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ റിയലാണ്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയും, ഈ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ. ഇപ്പം നമുക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് നമ്മളൊരു ബുക്കിൽ 1 2 3 4 5 6 എന്ന് പറയുന്ന പോയിൻറ്റ് എഴുതി വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മൾ എന്നും രാവിലെ എണീച്ച് ഇത് നോക്കുക. ഇത് നോക്കിയിട്ട് നമ്മൾ ഈ യൂണിവേഴ്സിനോട് ഈ എന്നാ പറഞ്ഞത്, ഈ ലോകത്തോട് പറയുക, ഇതെല്ലാം എനിക്ക് നടന്നു കിട്ടി. ഇപ്പം എനിക്ക് കാറ് വേണം, എൻ്റെ കയ്യിൽ കാറുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് നല്ലൊരു കാറ് തന്നു. അല്ലെങ്കിൽ എനിക്ക് നല്ല ഒരു ജോലി വേണം, അത് എഴുതി വെച്ചിട്ട് അതെന്ന് രാവിലെ എണീച്ചിട്ട് യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഇവർ പഠിപ്പിക്കുന്നത്. അതായത് ഒരു വിഷൻ ബോർഡിൽ ഒരു 10 കാര്യം എഴുതി വെക്കുന്നു, എന്നിട്ട് അത് എന്ന് രാവിലെ എണീച്ചിട്ട് അതിന് വേണ്ടിയിട്ട് അവർ താങ്ക്
താങ്ക് യു പറയുന്നു, അത് കിട്ടിയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു, കിട്ടിയ പോലെ അവർ പെരുമാറുന്നു. അതും വേണം. അതും കൂടെ ആകുമ്പോഴാണ് ഇത് തികയുന്നത്. അപ്പം ഇതെല്ലാം വെച്ചിട്ട് അതിൻ്റെ അൾട്ടിമേറ്റ് മുകളിലുള്ള ആളെന്ന് പറയുന്നത് യൂണിവേഴ്സാണ്. അതായത് ഈ ലോകമാണ്, ഈ ലോകത്തിന് ആ ശക്തിയുണ്ട്, നമുക്ക് മനസ്സിലാഗ്രഹിക്കുന്ന സാധനം നമുക്ക് തരാനുള്ള ശക്തി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ല യൂട്യൂബിൽ റീച്ചുള്ള ആൾക്കാരെ നമുക്കറിയാം. ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ സ്റ്റെഫി സണ്ണി എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള ഒരു എന്നാ പറയുന്നത് ഇൻഫ്ലുവൻസറുണ്ട്. അപ്പം ഇൻഫ്ലുവൻസർ അവൾ 8-ാം തീയതിനെക്കുറിച്ച്, അതായത് ഓഗസ്റ്റ് 8 എന്നൊക്കെ ഉള്ള തീയതിക്ക് എന്തോ മഹത്തരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ന്യൂമറോളജി എന്തൊക്കെയായിട്ട്. അപ്പം അന്ന് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്ത് കയറ്റിയേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി എനിക്ക് വരുന്നുണ്ട് ഈ യൂട്യൂബിലും ഒക്കെ ആയിട്ട്. അപ്പം ഇതെന്താണ് ഈ ആൽഗോരിതമിൻ്റെ പിന്നിൽ, ഇതെങ്ങനെയാണ് എനിക്കിത് വരുന്നതെന്നൊക്കെ ഉള്ള സ്റ്റഡി എല്ലാം ഞാൻ കുറേ നാളായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം, അതായത് ആൾക്കാരെ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു അജണ്ട. ദൈവം എന്നുള്ള കാര്യത്തിനെ അവിടുന്ന് മാറ്റി യൂണിവേഴ്സിനോട് ചോദിക്കുക എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു, നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുന്നു എന്നൊക്കെയാണല്ലോ നമ്മൾ ബൈബിളിലൂടെ പഠിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു ദൈവമുണ്ടെന്ന് ഉള്ള വിശ്വാസം അതാണ് നമുക്കുള്ളത്. പക്ഷേ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പറയുന്നത് യൂണിവേഴ്സിന് കഴിവുണ്ട്, അതായത് ഈ പ്രപഞ്ചത്തിന് കഴിവുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിത്തരാനുള്ള കഴിവുണ്ട്. അല്ലാതെ അതിൻ്റെ അകത്തൊരു ദൈവം എന്ന കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. നമ്മുടെ തന്നെ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം, എൻ്റെ സ്റ്റുഡൻസിനെ എനിക്കറിയാം, പ്രാക്ടീസ് ചെയ്യുന്ന ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസ്. അവരൊക്കെ പതിയെ നമ്മുടെ വിശ്വാസത്തിൽ നിന്നും മാറിപ്പോവല്ലേ ചെയ്യുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒരു വലിയ പൈശാചികമായ ഒരു കാര്യമാണെന്ന് എനിക്ക് ഉറപ്പായത് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന ഒപ്ര വിൻഫ്രയും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. ഒപ്ര വിൻഫ്രയൊക്കെ കുഞ്ഞു പിള്ളേരെ തിന്നുകൊണ്ടിരുന്ന ആളാണ്, റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഇവരൊക്കെ ഈ ഒരു ചെയിനിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് എന്ന് പതിയെ മനസ്സിലാക്കി ഈ എല്ലാ കാര്യങ്ങളും ഡോട്ട്സ് ആയിട്ടിരുന്നതൊക്കെ ഈ എപ്സ്റ്റീൻ ഫയൽസോട് കൂടി അതെല്ലാം കണക്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പിശാചിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കളിയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് കാത്തലിക് സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? ഇത് സ്റ്റഡി നടത്തിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നടത്തിയില്ല? ഇതിന് വ്യവസ്ഥിതമായിട്ട് ഇവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആൾക്കാരിലോട്ട് പോകുമ്പോൾ ദൈവം ഇമ്പോർട്ടൻ്റേ അല്ല, ഈ പ്രപഞ്ചം നിങ്ങൾക്കെല്ലാം തരും എന്നുള്ള വിശ്വാസത്തിലോട്ടല്ലേ ആൾക്കാർ പോകുന്നത്. യങ് ജനറേഷൻ്റെ മൈൻഡിൽ അവർ കറക്റ്റായിട്ടുള്ള ഒരു ഫോർമുല കൊടുക്കുന്നുണ്ട്. ഒരു 10 കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് അത് കിട്ടിയെന്ന് വിശ്വസിക്കുക, ഇന്ന് രാവിലെ എണീച്ച് ഇത് കിട്ടിയതിനെക്കുറിച്ച് താങ്ക് യു പറയുക, എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. എനിക്ക് നല്ല കാറ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, എന്നിട്ട് ഈ യൂണിവേഴ്സിനെ താങ്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോർമുലയാണ്. പക്ഷേ ഈ സിമ്പിൾ ഫോർമുലയ്ക്കുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമേ ഉള്ളൂ, അതിൽ ദൈവം ഇല്ല. ആൻഡ് ബൈബിളുമായിട്ട് നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ ഈശോ പറഞ്ഞേക്കുന്ന അതല്ലേ, നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കണം, ഇത് നടക്കുമെന്ന് വിശ്വസിക്കണം. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ അത് നടന്നു കിട്ടും. ഈ വിശ്വാസം എന്ന് പറയുന്നതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ആ വിശ്വാസം ആരിലോട്ടാണ് എന്നുള്ളതിലാണ് നമ്മളും മറ്റ്
ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പം അവർ യൂണിവേഴ്സിലോട്ട് ഡ്രൈവേർട്ട് ചെയ്ത് വിടുന്നു, നമ്മൾ വിശ്വാസത്തിനെ ദൈവത്തിലോട്ട് വിടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് പിശാച് ഇന്നത്തെ ഈ ലോകത്ത് കളിക്കുന്നത്. ഒരാവശ്യമില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ അൽഗോരിതമിൽ വരും. എങ്കായിട്ടുള്ള സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ സഭയിൽ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണം. ഇതെന്താണെന്ന് നമ്മൾ അറിയണം. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള വൻ ചതിക്കുഴികൾ നമ്മൾ അറിയണം. കാരണം ഇവരുടെയൊക്കെ എന്നാണെന്നറിയാമോ, ഈ പറയുന്ന പേർലിമാണി ആണെങ്കിലും കാവ്യലാണെങ്കിലും സുജ ആർ മോഹൻ എന്ന് പറഞ്ഞ ടീച്ചറാണെങ്കിലും ഇവരുടെ എല്ലാം ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബബ്ലിയാണ്. അവർ ഭയങ്കര സക്സസ്ഫുൾ ആവുകയാണ്. ഡേ ബൈ ഡേ അവരിങ്ങനെ സക്സസ് ആവുകയാണ്. അവർക്ക് ഒത്തിരി പൈസ വരുന്നു, ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് അവർക്കുണ്ട്, അവർ എല്ലാ രീതിയിലും ഹാപ്പിയാണ്. അപ്പോൾ ഇവർക്ക് വ്യക്തമായ ഫണ്ടിങ് ഉണ്ട്, കറക്റ്റായിട്ട് ഇവരെ ഫണ്ട് ചെയ്യുന്നുണ്ട്, ഇവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവരാദ്യമേ ആൾക്കാരെ വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് വേറൊരു ആംഗിളിൽ ആൾക്കാരെ അവരുടെ അടുത്തോട്ട് അടുപ്പിക്കുന്നു. ഈ ബിഗ് ബോസ് പോലെ, ആങ്കറിങ് പോലെ, ഇങ്ങനെയൊക്കെ ഉള്ള പ്ലാറ്റ്ഫോമിലോട്ടുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് അവർ അവിടെ പ്ലേസ് ചെയ്യും. പിന്നീട് അവരെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൂടെ ഇത് കാരണമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നു. ഇപ്പോൾ സ്റ്റെഫി സണ്ണി ആണെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്ന കൊറിയൻ്റെ ഏറ്റവും വലിയൊരു ബാൻഡിനെയൊക്കെ അവൾ ഇത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ് അവളുടെ. ഡ്രസ്സിങ്, അവളുടെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ യങ്സ്റ്ററിനെ ഭയങ്കര ഈസി ആയിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവൾ പാസ്റ്റ് ഒരു 1.5-2 ഇയേഴ്സിൽ അങ്ങനെ ഒരു രീതിയിലായിരുന്നു പുള്ളിക്കാരി വന്നത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവുന്നു. അതായിരുന്നു ആദ്യം നമ്മൾ കണ്ട പാർട്ട്. ഇതെല്ലാവരുടെയും പാറ്റേൺ സെയിമാണ്. ആദ്യം അവർ സക്സസ്ഫുൾ ആവുന്നു, അവർക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവുന്നു, അവർക്ക് ഒത്തിരി പൈസ വരുന്നു, അവരിങ്ങനെ ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഇവർ സക്സസ് ആയി കഴിയുമ്പോൾ ഇവർ ഈ ഫോളോ ചെയ്ത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇവർ ഏറ്റു പറയുന്നു ഇവർക്കിത് വന്നത് ലോ ഓഫ് മാനിഫെസ്റ്റേഷനിലൂടെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ചതിക്കുഴി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ ഭയങ്കര എളുപ്പത്തിൽ അവർക്ക് തട്ടിക്കൊണ്ട് പോകാൻ പറ്റും. നമ്മുടെ ഈ ജനറേഷന് വളരെ എളുപ്പത്തിൽ തട്ടിക്കൊണ്ട് പോകാൻ പറ്റും. നമ്മളെയും ചിലപ്പോൾ അവർക്ക് തട്ടിക്കൊണ്ട് പോകാൻ പറ്റും. കാരണം അവരുടെ ഓഫർ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ക്ലിയറാണ്, ഭയങ്കര നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ കൃപാസനമായിട്ട് കൃപാസനത്തിലുള്ള ആ ഒരു ഈ രീതി ഞാൻ ഒഫെൻസീവായിട്ട് പറയുന്നതല്ല, പക്ഷെ അവിടെ ഒരു 5-6 കാര്യങ്ങൾ നമ്മൾ എഴുതുന്നു. എന്ന് രാവിലെ എണീച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മളൊരു മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് സെയിമാണ് അവരും ഫോളോ ചെയ്യുന്നത്. ബട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ദൈവമുണ്ട്, അവിടെ ദൈവമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇതിൻ്റെ അകത്ത് ത്യാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ഇത് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇത് കൊടുക്കണം, സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ബട്ട് അതിൻ്റെ അകത്ത് അതുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് അവർ ഇങ്ങനെ ഇപ്പം നമ്മളൊരു കാര്യം കുറച്ച് നാളിങ്ങനെ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് അത് ചെയ്യണമെന്നുള്ള എന്ന് രാവിലെ എണീച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് നടന്ന് കിട്ടാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ സ്വാഭാവികമായിട്ടും ദൈവത്തിനെ റീപ്ലേസ് ഈ യൂണിവേഴ്സ് എന്ന കോൺസെപ്റ്റിലൂടെ ചെയ്ത് കളയും. അത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം പിശാച് അങ്ങനെയാണല്ലോ, എല്ലാം ഭയങ്കര എളുപ്പമായിട്ട് ചെയ്തു തരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ അയച്ചു തരുന്നത് ഫാദേഴ്സിനൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തണം, ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കണം, ഇതിനെക്കുറിച്ച് പള്ളികളിൽ അവയർനെസ് കൊടുക്കണം. ആൾക്കാർക്ക് അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം നിങ്ങളോട് ആൾക്കാർ ഏറ്റു പറയല്ല. ബട്ട് ഞാൻ എൻ്റെ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് എടുത്ത ഡേറ്റ വെച്ചിട്ട് എവറി 10 സ്റ്റുഡൻറ്റിൽ 2 പേരും ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.